ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാർട്ട് ഓഫ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആണ്. ഒരു പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ കുറച്ച് ഐറ്റംസ് മുമ്പേ ചെയ്തതാണ്. എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. 5 അടിപൊളി ഐഡിയ ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കും. അപ്പം നമ്മുടെ ഫസ്റ്റ് ഐറ്റം തന്നെ സ്കൂളിലേക്ക് അത്യാവശ്യം വേണ്ട ഡെയിലി പ്ലാനറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തോളൂ. ഞാനിവിടെ A4 സൈസിനേക്കാൾ കുറച്ച് ചെറുതാണ് കട്ട് ചെയ്തത്. ആ കാർഡ്ബോർഡ് പീസിനെ A4 ഷീറ്റ് വെച്ച് പൊതിഞ്ഞു കൊടുത്തു. നാല് സൈഡും വാഷി ടാപ്പ് വെച്ച് ഒട്ടിച്ച് ഒന്ന് ക്യൂട്ടാക്കി കൊടുത്തു. ഡെയിലി പ്ലാനറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉൾപ്പെടുത്താം. ഞാനിവിടെ ഒരു ടു ഡു ലിസ്റ്റ് പേജും ചെറിയ മെമ്മോ പാഡ്സും വെച്ചിട്ടുണ്ട്. മുകളിലായി ഡെയിലി പ്ലാനർ എന്ന് എഴുതി കൊടുത്ത് ബോർഡറും വരച്ച് ഒന്ന് കളറാക്കി. ഡെയിലി പ്ലാനർ എന്ന് എഴുതിയ പ്രിൻ്റ് എടുത്തതോ സ്റ്റിക്കറോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ആക്കിയാലും മതി. അതാവുമ്പോൾ ക്യൂട്ടായിരിക്കും. ഞാനിവിടെ കുറച്ച് പ്ലാനർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ക്യൂട്ടാണല്ലോ, അതിനു വേണ്ടി കുറച്ച് കവായി സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ച് ക്യൂട്ടാക്കി. അപ്പോൾ നമ്മുടെ ഡെയിലി പ്ലാനർ റെഡിയായി. അടുത്തത് ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. നമ്മളൊന്ന് പഠിക്കുന്ന ടൈമിൽ ബുക്ക് മാർക്കേ വേണ്ട, ബുക്കിൻ്റെ ഒരു പേജ് എടുത്ത് മടക്കി കൊടുക്കും. ഇപ്പോൾ പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കി വെച്ചോ. ഇത് എലഗൻ ലുക്ക് പോലെയോ എസ്തറ്റിക് പോലെയോ ഒക്കെയുള്ള ബുക്ക് മാർക്കാണ്. കുറച്ച് എലഗൻ്റ് ആൻഡ് എസ്തറ്റിക് ഒക്കെ ആയിട്ടില്ലേ. അങ്ങനെ ബുക്ക് മാർക്ക് ഇവിടെ റെഡിയായി. തേർഡ് ഐറ്റം നോട്ട് പാഡ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയതിൽ വെച്ച് കൂടുതൽ ലൈക്കായിട്ടുള്ളത് ഈ ഒരു നോട്ട് പാഡിനോടാണ്. 3 A4 ഷീറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഒരു A4 ഷീറ്റിനെ 4ആയി മടക്കി മുറിച്ചെടുത്ത് അതിനെല്ലാം ഒന്നിച്ച് വെക്കുമ്പോൾ തന്നെ ഒരു നോട്ട് പോലെ ഉണ്ടാകും. അതിലൊരു ഷീറ്റ് എടുത്ത് ഗ്രിഡ് പോലെ വരച്ചു കൊടുത്താലേ ഒരു നോട്ട് പാഡിൻ്റെ ലുക്കൊക്കെ വരും. അതിനെ കവർ ചെയ്യാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്ത് സൈസിൽ മുറിച്ചെടുത്ത് ഫ്രണ്ടിലും ബാക്കിലുമായി വെച്ച് പിന്നടിച്ചു കൊടുക്കാം. ഒരു കളർ ഷീറ്റ് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ ഒരു ക്യൂട്ട്നെസ് ഒക്കെ വരും. പിന്നെ നമുക്ക് വേണ്ടത് ക്യൂട്ടാണല്ലോ. ക്യൂട്ടിന് വേണ്ടി കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്ത് ക്യൂട്ടാക്കി കൊടുക്കാം. അതിൻ്റെ മുകളിൽ നോട്ട് പാഡ് എന്ന് എഴുതി കൊടുത്താൽ നമ്മുടെ നോട്ട് പാഡ് റെഡിയായി. ഫോർത്ത് ഐറ്റം നമ്മുടെ പെൻ ഹോൾഡർ. റെയിൻബോ തീമിലാണ് ഇതുണ്ടാക്കുന്നത്. അതിന് കാർഡ്ബോർഡ് റോൾ എടുത്ത് 3 ഭാഗങ്ങളാക്കി കട്ട് ചെയ്ത് ഒരു പീസ് കാർഡ്ബോർഡ് എടുത്ത് അതിൻ്റെ മുകളിൽ ബ്ലൂ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്ത്
3 കാർഡ്ബോർഡ് റോളിനും അതേ കളർ പേപ്പർ എടുത്ത് ഒട്ടിച്ച് പിന്നെ ഒരു മേഘവും റെയിൻബോവും വരച്ച് കളർ കൊടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ച് അതിനെ സെറ്റാക്കാം. ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള പെൻ ഹോൾഡർ റെഡിയായി. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട.